ധ്യാനം നയിക്കുന്നത് ഇടവകയുടെ വികാരി ആയ സോണുവച്ചൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട ടിനു കൊച്ചമ്മയാണ്. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞ് യോനയ്ക്ക് അരുളപ്പാടുണ്ടായി നിനവേലേക്ക് പോകുവാൻ. എന്നാൽ ആ കേട്ട ശബ്ദം മറച്ചു വെച്ചിട്ട് തർശീസിലേക്കാണ് യോന പോയത്. വിളിച്ച വിളി കേൾക്കുവാൻ യോന ആദ്യം മനസ്സ് കാട്ടിയില്ല. തർശീസിലേക്ക് പോകുവാനായിട്ട് ടിക്കറ്റ് എടുക്കുന്നു. ഒരു കപ്പലിൽ കയറി ടിക്കറ്റ് എടുക്കുന്നു. യാത്ര ആരംഭിക്കുന്നു. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. യഹോവയായ ദൈവം യോനയെ വിടുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ബസ്സിൽ കയറിയാലോ ട്രെയിനിൽ കയറിയാലോ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമ്മളെ ഫൈനടിച്ച് വിടും. എന്നാൽ യോന ഇതൊന്നും കൂട്ടാക്കാതെ കിടന്നുറങ്ങുമ്പോൾ യോനയെ പിടിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിൽ വലിയ ബഹളമുണ്ടാക്കുന്നു. യോനയെ എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവിക വിളിയിലേക്ക് വരുവാൻ നമുക്ക് കഴിയണം. അവൻ്റെ വിളി കേൾക്കുവാനായിട്ട് നമുക്ക് ഓർക്കണം. യോനയെപ്പോലെ ഓടുകയല്ല, തിരിച്ചോടുകയല്ല, പുറകെ ചെന്ന് യഹോവയായ ദൈവം യോനയെ പിടിച്ചു കൊണ്ടുവന്നു. നിത്യധ്യാനം നയിക്കുവാൻ സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോട് ടിനു കൊച്ചമ്മയെ ധ്യാനം നയിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ ഉരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ജീവദായകമായ നിന്റെ വചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഞങ്ങളെ കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ തൃക്കൺ പാർക്കണം. കർത്താവേ, ഞങ്ങളുടെ പുറമെയുള്ള കണ്ണുകളും ചെവികളും അടച്ച് അകമെയുള്ള കണ്ണുകളും ചെവികളും തുറന്ന് നിന്നെ കാണുവാനും നിന്നെ കേൾക്കുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഈ വചന ശുശ്രൂഷ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏത് നീറുന്ന വിഷയമാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും, രോഗമാണെങ്കിലും, ഭാരമാണെങ്കിലും അതിനൊരാശ്വാസം ഈ നോമ്പ് മുഖാന്തരം ഉണ്ടാകണമേ. ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കണമേ എന്നാണ്. ഈ ലോകത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും കഴിയുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാരങ്ങൾ തിരുമുമ്പാകെ സമർപ്പിച്ച് ആശ്വാസം കണ്ടെത്തുന്ന ഈ ധ്യാനവും ഒരു മുഖാന്തരമായി തീരണമേ. അല്പസമയം അങ്ങയുടെ പാദപീഠങ്ങളിൽ ഇരുന്ന ദൈവവചനം പഠിക്കുവാനും കേൾക്കുവാനും ഭാഗ്യം തന്ന കരുണയ്ക്കായി സ്തോത്രം. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഞങ്ങളിൽ ഉണ്ടാകണമേ. ബലഹീനയായ എന്നെയും അതിനെ യോഗ്യമാക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും നോമ്പായ ഈ നിലവിൽ നോമ്പ്, ഈ 3 നോമ്പിൻ്റെ 2ാം ദിവസത്തിൽ യാദൃശ്ചികമായി എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് വചനം അറിയിക്കാൻ തിരഞ്ഞെടുത്തതിനായി ആദ്യതല ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് അല്പസമയം ഞാൻ ധ്യാനിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിനവായ നോമ്പ്
അല്ലെങ്കിൽ 3 നോമ്പിൽ നമുക്ക് ചില സന്ദേശങ്ങൾ, അതായത് ദൈവനിയോഗത്തിൽ നിന്ന് ഓടി ഒളിച്ച യോനാ പ്രവാചകൻ ദൈവസ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ, ദൈവ അനുഭവത്തെ ഒന്ന് അനുഭവിച്ചപ്പോൾ ഒരു ജനതയെ മുഴുവനും നയിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് മുഴുവനും രക്ഷ പ്രാപിക്കാൻ യോനാ പ്രവാചകന് കഴിഞ്ഞു. ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ 3 നോമ്പിൽ നിന്ന് നമുക്ക് ചില സന്ദേശങ്ങൾ അടർത്തിയെടുക്കാവുന്നതാണ്. അതിൽ ഒന്നാമതായി മോശം പറഞ്ഞ ദൈവത്തിലേക്ക് തിരിവി, അല്ലെങ്കിൽ റിട്ടേൺ ടു ഗോഡ്. നമുക്കത് തന്നെയാകാം. ദൈവത്തിലേക്ക് തിരിവി അല്ലെങ്കിൽ റിട്ടേൺ ടു ഗോഡ്. യോനാ പ്രവാചകൻ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഒരു ജനതയെ മുഴുവൻ, നിനവെ എന്ന പട്ടണം മുഴുവൻ രക്ഷ പ്രാപിക്കാൻ സാധിച്ചത്. അതേപോലെ ഈ ഒരു ഭാഗം വ്യക്തമാക്കുന്ന ഒരു ദൈവവചനമാണ് യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, ഇപ്പോഴെങ്കിലും കർത്താവിൻ പ്രിയമുള്ളവർ, ഇപ്പോഴെങ്കിലും, ഇനിയെങ്കിലും, ഈ നിമിഷമെങ്കിലും ദൈവത്തിലേക്ക് തിരിയുവാനും മടങ്ങി വരുവാനാണ് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അനേക നാളുകളിൽ നിന്നെ വിളിച്ചു, അനേക സന്ദർഭത്തിൽ ഞാൻ നിന്നെ വിളിച്ചു, പക്ഷേ യോനെ പോലെ നീ ഓടി ഒളിച്ചില്ലേ, വേറെ ദിശയിലേക്ക് സഞ്ചരിച്ചില്ലേ. ദൈവത്തെ അറിയാൻ, ദൈവത്തെ രുചിച്ചറിയാൻ യോനെ പോലെ ദൈവം കഷ്ടത തരുമ്പോൾ അയ്യം വിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും, ഇനിയെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ വിലാപത്തോടും കൂടി ഉപവാസത്തോടും കൂടി കരച്ചിലോടും കൂടി ദൈവത്തിലേക്ക് തിരികെ. ഇത് യഹോവയുടെ അരുളപ്പാട് എന്നാണ് പറയുന്നത്. അതെ, നമുക്ക് സമയവും സൗകര്യവും ആരോഗ്യവും ഉള്ളപ്പോൾ ദൈവത്തെ മറന്നിട്ട് ഒരു കഷ്ടത വരാൻ നോക്കിയിരിക്കരുത്, ഒരു രോഗം വരാൻ നോക്കിയിരിക്കരുത്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടാൻ നോക്കിയിരിക്കരുത്. അതിന് മുമ്പേ തന്നെ ഹൃദയത്തോടെ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി യഹോവയിലേക്ക് തിരുവീനെന്ന് ഇന്ന് പകൽക്കാലം ഇത് ഞാൻ പറയുന്നതല്ല, യഹോവ തരുന്ന അരുളപ്പാടാണ്. ഇനിയെങ്കിലും നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഓടി ഒളിച്ചു, ഇനിയെങ്കിലും ദൈവത്തിലേക്ക് തിരുവി എന്നാണ് യഹോവയുടെ അരുളപ്പാട്. അതെ, നമ്മൾ തിരിയേണ്ട സമയത്ത് ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചാൽ പിന്നെ നമ്മൾ വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിലും എവിടെയായിട്ടാണ് നമ്മൾ ഓടി ഒളിക്കേണ്ടത്? പിന്നെ ആരിൽ നിന്നാണ് നമ്മൾ ഓടി ഒളിക്കുന്നത്? ഒരു തലമുടി നാര് പോലും പൊഴിയുന്നത് യഹോവയെ അറിയാതല്ല, അല്ലേ? പിന്നെ ആരിൽ നിന്നാണ് നമ്മൾ ഓടി ഒളിക്കേണ്ടത്? വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാം വാക്യം. വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാം വാക്യം. ഇതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. പ്രവചനം ശ്രവിച്ചിട്ട് അല്ലെങ്കിൽ വചനം ശ്രവിച്ചിട്ട് നമ്മൾ വെറുതെ പോയിട്ട് നിറയാതെ പോയിട്ട് കാര്യമില്ല, ഒഴിഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ നിറഞ്ഞ് കവിയേണ്ടതാകുന്നു. അതുകൊണ്ട് വചനം ശ്രവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മൾ ഒഴിഞ്ഞ ഹൃദയത്തോടെ പോകാതെ നിറഞ്ഞവരായാണ് പോകേണ്ടത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് പറയാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. എന്താ? ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണമേ. വചനം പറയുന്നതാണ് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന്. ഇനി നമ്മൾ മടങ്ങി വന്നാൽ എന്തെല്ലാം നേട്ടമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ മടങ്ങി വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് നേട്ടം എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ മടങ്ങി വരുവാണെങ്കിൽ, യഹോവയിലേക്ക് തിരികെയാണെങ്കിൽ എന്തെല്ലാം നേട്ടമാണ് ഉള്ളതെന്ന്. അതെ, ഹോശേയ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. എന്താണ് പറയുന്നത്? വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. പിന്നെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വന്നാൽ അവൻ സൗഖ്യമാക്കും, അവൻ മുറിവുകളെ കെട്ടും, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നമ്മെ ജീവിപ്പിക്കും, നമ്മുടെ അടുക്കൽ വരുമെന്ന്. കണ്ടോ എന്തൊക്കെയാണ്? അവൻ സൗഖ്യമാക്കും, നമ്മുടെ മുറിവുകളെ കെട്ടും, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നമ്മെ ജീവിപ്പിക്കും,
ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുത്തും. ഒരൊറ്റ സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഹോശേയ പ്രവചനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. പിന്നീടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവൻ സൗഖ്യമാക്കും. ഇല്ലേ, യെശയ്യാവ് 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നില്ല അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെയും മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അല്ലേ? അതെ, അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നവർക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ലേ? യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിച്ചപ്പോൾ അന്ധൻ്റെ കണ്ണ് തുറപ്പിച്ച ദൈവം, കുഷ്ഠരോഗിക്ക് ശുദ്ധം വരുത്തിയ ദൈവം, കൂനിയെ നിവർത്തിയ ദൈവം, ഇല്ലേ, തളർവാദിയെ ഉയർത്തിയ ദൈവം, തീമായുടെ മകൻ ബർത്തിമായുടെ കണ്ണുകളെ തുറപ്പിച്ച ദൈവം, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച ദൈവം, പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് കഠിനമായ ജ്വരം വന്നപ്പോൾ അത് ശാസിച്ച് സൗഖ്യമാക്കിയ ദൈവം. അതേ, യഹോവയെങ്കിലേക്ക് തിരിവീൻ, നിന്നെ സൗഖ്യമാക്കും. ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരു വൈദികൻ ഒരു ജയിൽ സന്ദർശിക്കാൻ ഇടയായി. അപ്പം ആ വൈദികൻ അവിടെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പം അദ്ദേഹം അവിടെ ജുവനൈൽ ഹോം, 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ വൈദികൻ കുപ്പായത്തിൽ തന്നെയാണ് അവിടെ പോയത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഈ കുപ്പായം കണ്ടപ്പം അതിൽ നിന്നൊരു ഒരു മകൻ ഓടി വന്നു. ആ കുപ്പായം കണ്ട സന്തോഷത്തിൽ അച്ഛാ എന്ന് വിളിച്ചു. അപ്പോൾ ആ പയ്യനെ അച്ഛൻ സൂക്ഷിച്ചു നോക്കി, എന്താ മോനെ എന്ന് ചോദിച്ചു. അച്ഛാ, ഞാനും ഒരു അൾത്താര ബോയിയായിരുന്നു, ഞാനും ഒരു മദ്ബഹായിൽ പ്രവേശിച്ച മകനായിരുന്നു. അച്ഛൻ അത്ഭുതത്തോടെ നോക്കി. മദ്ബഹായിൽ പ്രവേശിച്ച ഈ ഒരു മകന് ഈ ദുർഗതിയോ? ഈ ജുവനൈൽ ഹോമിൽ നീ താമസിക്കുന്നു? അവനോട് കാര്യം തിരക്കി. അതെ അച്ഛാ, എൻ്റെ കയ്യിൽ നിന്ന് എന്ന് കുന്തിരിക്കവും ധൂപവും അതിൻ്റെ സുഗന്ധവും കൈവിട്ടോ, എന്ന് ദൈവത്തിൽ ഞാൻ നിന്ന് തിരിഞ്ഞു നടന്നു, എന്ന് ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചോ, അന്ന് എൻ്റെ ഗതി ഇതാണ്, ഞാൻ അയ്യം വിളിക്കുകയാണ്. എന്നിട്ട് ആ മകൻ പിന്നെയും പറയുന്നുണ്ട്, ഈ കുറ്റകൃത്യം ചെയ്ത ദിവസം എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചതായിരുന്നു പള്ളിയിലേക്ക് പോകാൻ. അന്നെന്തോ പെരുന്നാളോ മറ്റോ ആയിരുന്നു, പള്ളിയിലേക്ക് പോകാൻ വിളിച്ചായിരുന്നു. അന്ന് ഞാനൊന്ന് തിരിഞ്ഞ് ദൈവസന്നിധിയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരികയില്ലായിരുന്നു എന്ന് ആ കുഞ്ഞ്, വളരെ 13-14 വയസ്സുള്ള കുഞ്ഞ് കരഞ്ഞോണ്ട് വൈദികനോട് പറഞ്ഞൊരു കാര്യമാണ്. അതെ, നിങ്ങളെയും ഈ പൽക്കാലം വിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾ തിരിഞ്ഞില്ലെങ്കിൽ നാളെ നമ്മൾ വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. മടങ്ങി വന്നാൽ ആദ്യമായി നമ്മൾ പറഞ്ഞു അവൻ സൗഖ്യം ലഭിക്കും, അവൻ സൗഖ്യമാക്കും. രണ്ടാമതായി നമ്മൾ എന്താ കണ്ടേ? അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടും. ബാഹ്യമായ മുറിവുകളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആന്തരികമായ മുറിവുകളെയാണ്. പല അസ്ത്രങ്ങൾ, പലയിടത്തു നിന്നുള്ള അസ്ത്രങ്ങൾ നമ്മളെ മുറിവേൽപ്പിക്കുന്നു. എന്നാൽ തിരുവചനം പറയുന്നു, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് അവൻ്റെ വശത്ത് 1000 പേരും അവൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീണാലും അത് നിന്നോടടുക്കയില്ല. 1000 പേരും അല്ല, 10,000 പേരും അല്ല, 1,00,000 പേര് വന്നാലും അത് നിന്നോടടുക്കയില്ല. യാതൊരു മുറിവും നിനക്ക് ഏൽപ്പിക്കാൻ സാധിക്കില്ല. എപ്പോഴാ? സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കണം. നിഴലിൻ കീഴിൽ. നിഴൽ എവിടെയാ ഉള്ളത്? തൊട്ടടുത്ത, അത്രയ്ക്കും അടുത്ത് വരണം, അല്ലാതെ പറ്റത്തില്ല. എനിക്ക് മുറിവേൽക്കുന്നു, എന്നെ അനേകർ മുറിവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സർവശക്തൻ്റെ, ഞാനും നിങ്ങളും, നിങ്ങളെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല, ഞാനും നിങ്ങളും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് അവൻ്റെ വശത്ത് 1000 പേരും അവൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീണാലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അതെ, റിട്ടേൺ ടു ഗോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. മൂന്നാമതായി അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. മൂന്നാമതായി നമ്മൾ ആ വചനത്തിൽ കണ്ടു, ഹോശേയ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമതായി പറയുന്നു, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം ഏത് ദുർഘട സാഹചര്യത്തിലാണെങ്കിലും നാം തളർന്നു പോകാതെ അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. യിരെമ്യാ പ്രവാചനം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. ഒന്ന് വായിച്ചേ, യിരെമ്യാ പ്രവാചനം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ. ഞാൻ നിനക്ക്, അതിന് തൊട്ട് മുന്നേ ഉണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതെ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത
മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നമ്മളറിയാത്ത മഹത്തായതും അഗോചരമായ കാര്യങ്ങളെയാണ് അറിയിക്കുന്നത്. അതെ, ഏത് ദുർഘട സാഹചര്യമാണെങ്കിലും ദൈവം നമ്മെ ദൈവത്തിൻ്റെ മഹത്തായ അല്ലെ അഗോചരമായ കാര്യങ്ങളെ അറിയിച്ച് എഴുന്നേൽപ്പിക്കും. 4-ഉം 5-ഉം പറയുന്നു, നമ്മെ ജീവിപ്പിക്കും, അവൻ നമ്മുടെ അടുക്കൽ വരും. അതെ, ഏതൊരു സാഹചര്യമാണെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് വരും. ദൈവം നമ്മുടെ അടുക്കൽ വരും. ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതെ, ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും. ഈ ഒരു യഥാർത്ഥ സംഭവമാണ്. നമ്മുടെ ഈ ദേശത്ത് തന്നെ ഒരാളുടെ ഒരു കാര്യമാണ്. മുമ്പേ പറഞ്ഞതും ഒരു യഥാർത്ഥ സംഭവമായിരുന്നു, അച്ഛൻ്റെ കഥ. അതുപോലെ തന്നെയാണ് ഒരു UK സെറ്റിൽഡായിരിക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു പ്രദേശത്ത് തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വെൽ സെറ്റിൽഡാണ്. 5 കെയർ ഹോമുകൾ സ്വന്തമായിട്ടുള്ളതാണ്. UK വെയിൽസിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ യഥാർത്ഥ ദൈവഭക്തനും നോമ്പും പ്രാർത്ഥനയും നിഷ്ഠയോടുകൂടി ആചരിക്കുന്ന ഒരാളാണ്, കുടുംബത്തോടു കൂടി. അദ്ദേഹം പറയുന്ന ദൈവം തന്ന ഉയർച്ചകളെല്ലാം ഈ ദൈവത്തിനോട് ഞാൻ ഇത്രയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായാണെന്ന്. അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു സ്വപ്നത്തിൽ തന്നെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഒരു പള്ളി വെക്കണം എന്നൊരാഗ്രഹം തോന്നി. വെൽ സെറ്റിൽഡാണ്, പള്ളി വെക്കണം എന്നൊരാഗ്രഹം തോന്നി. അദ്ദേഹം മുട്ടുകുത്തി അവിടെ UK മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും കുടുംബത്തോടെ നോമ്പ് ആചരിക്കാനും ഉപവസിക്കാനും തുടങ്ങി. പിന്നെയും ഇദ്ദേഹം ഈ സ്വപ്നമാണ് കാണുന്നത്, പള്ളി പണിയുന്നത്, അല്ലെങ്കിൽ അത് ശിശു സഹതകളുടെ പള്ളിയാണ് അവർ പണിഞ്ഞേക്കുന്നത്, ആ ഒരു ശിശു സഹതകളെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ നിയോഗം, അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള ആൾക്കാരെ അറിയിച്ചു. അവർക്കെല്ലാം വളരെയധികം സന്തോഷം. അവിടെയുള്ള ജനത മുഴുവനും ഈ യോനാ പ്രവചനത്തിൽ പറയുന്ന പോലെ രട്ടുടുത്ത് അല്ലെങ്കിൽ അത്രയധികം ഉപവാസമെടുത്ത് പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യത്തിൽ ശരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്ന് ഏറ്റവും മുന്തിയ ഈട്ടി തടികൾ ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വന്നു അത് തിരഞ്ഞെടുത്തു. ഓരോ തടിയും മുറിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ വെറുതെ എന്നെ പുകഴ്ത്തി പറയല്ല, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞാനിത് ദൈവമേ നന്മയ്ക്കായിട്ട് തീരണേ, അല്ലെ ശിക്ഷയ്ക്കായിട്ട് തീരല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹം ആ തടികളെല്ലാം മുറിച്ച് കടഞ്ഞെടുത്ത് അദ്ദേഹം ഇത് അവിടോട്ട് അയക്കാൻ വേണ്ടി ഷിപ്പിംഗ് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ കൺസൈൻമെൻ്റൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ആണ് 2018 വെള്ളപ്പൊക്കം. എല്ലാം താളുമാറായി. 2018 ഫുൾ ഷിപ്പിംഗ് കമ്പനി ഉൾപ്പെടെ ഫുൾ ചെളിയിലും വെള്ളത്തിലും. നമ്മൾക്കറിയാം ആ ഒരു സാഹചര്യം എന്തോരം കഷ്ടതയായിരുന്നു. ഫുൾ വെള്ളത്തിലായി. ഇതെല്ലാം അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. അത്രയ്ക്കും നോമ്പ് നോറ്റ് ഞാൻ പ്രാർത്ഥിച്ചതാണ്. എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നാലും അദ്ദേഹം മനസ്സിലാക്കി പരീക്ഷകൾ വരും, ഞാൻ തളർന്നു പോവുകയില്ല എന്ന്. ഷിപ്പിംഗ് കമ്പനി ഇദ്ദേഹത്തെ വിളിച്ചു. ഇനി അതെടുത്താലും കാര്യമില്ല, ഫുൾ ചെളിയിലായി. അതെടുത്ത് നിങ്ങൾക്ക് വൃത്തിയാക്കിയാലും എത്ര കടന്നാലും അത് നശിച്ചു പോയിട്ടുണ്ടാകും. അത് വേണ്ട, എത്ര ഇൻഷുറൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. പക്ഷെ അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടെ നോമ്പ് നോറ്റ് ഞാൻ ഓരോ മരവും മുറിച്ച് എനിക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിനും എൻ്റെ നിയോഗമായിട്ടാണ് ഞാനത് ചെയ്തത്. എത്ര നശിച്ചാലും സാരമില്ല, അത് ഞാൻ പോളിഷ് ചെയ്താലേ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞാൻ ആ തടി തന്നെ എടുത്തോളാം. ഈ തടികൾ മാത്രമല്ല കേട്ടോ, കുരിശു പണികൾ അല്ലെങ്കിൽ മറ, ദേവാലയത്തിന് വേണ്ട മറ, അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഷിപ്പിംഗ് കമ്പനി പറഞ്ഞു, നിങ്ങളുടെ റിസ്കിൽ ഇത് ക്ലീനാക്കി എടുത്തു. ഇത് അത്രയ്ക്കും ചെളി പൂണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ റിസ്കിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ചിലവിൽ തന്നെ വലിയ ജെറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അത് ക്ലീനാക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം വരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ കണ്ടെയ്നർ തുറന്നപ്പോൾ ഒരു തുള്ളി വെള്ളം അതിനകത്ത് കയറിയിട്ടില്ല. ചെളി കിടന്ന കണ്ടെയ്നറാണ്. ഒരു തുള്ളി വെള്ളം ആ മരത്തടിയിൽ അല്ലെ ആ കഷ്ണങ്ങൾ അല്ലെ ആ കടഞ്ഞെടുത്ത മരത്തിൽ. ഇതൊരു അനുഭവ സാക്ഷ്യമാണ്. അത് ഞാനിവിടെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതാണ്. ശിശു സഹതകളുടെ നാമധേയത്തിലുള്ളൊരു പള്ളിയുമാണ്. അനുഭവ സാക്ഷ്യം. ഒരു പോറൽ പോലും ഏറ്റില്ല. എന്തിനു പറയട്ടെ, ആ തിരശീലയിൽ ആ പെട്ടി മാത്രം വെള്ളത്തിന്മേൽ ആ കമ്പനിയുടെ അകത്ത് പൊങ്ങിക്കിടന്നെന്നാണ് പറഞ്ഞത്. അതൊരു ദൈവീക അനുഭവം തന്നെയാണ്.
അതെ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യങ്ങളുമില്ല. അത് ദൈവ അത്ഭുതം തന്നെ പ്രവർത്തിക്കും. അത് ഒന്നാമതായി നിനവേ നോമ്പ്, അല്ലെങ്കിൽ ഈ 3 നോമ്പിൽ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരുവീൻ എന്നതാണ്. രണ്ടാമതായി റിപ്പൻറ്റ്, അല്ലെങ്കിൽ അനുതപിക്കുക, പശ്ചാത്താപിക്കുക. യോന തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി യഹോവയോട് നിലവിളിച്ചു, പശ്ചാത്താപിച്ചു. അതിനാലല്ലേ ആ ഒരു ദേശം വിമുക്തപ്പെട്ടത് അല്ലേ? അതെ, നാം മനുഷ്യരാണ്, തെറ്റിപ്പോയേക്കാം. അല്ലെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവകരുണ ലഭിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാം വാക്യം, സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവന് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. മനുഷ്യരാണ്, നമ്മൾ തെറ്റിപ്പോയേക്കാം. പക്ഷെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവ കരുണ ലഭിക്കും. അത് തെറ്റുകളെ മറച്ചു വയ്ക്കാതെ വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ, മാനസാന്തരത്തിലൂടെ തെറ്റിപ്പോയ വഴികളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അത് യോനാ പിതാവിനെ പോലെ, നിനവയിലെ ജനതയെ പോലെ അനുതപിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളിൽ അലിയണമേ എന്ന് അപേക്ഷിക്കുക. ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങളോട് വിമുഖത കാട്ടരുതേ പിതാവേ. മറ്റൊരു വാതിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ലല്ലോ. നമ്മൾ നിനവേ നോമ്പിൽ അത് പാടുന്നുണ്ടല്ലേ? അല്ലേ? നിനവയിലെന്നോണം ഞങ്ങളിൽ അലിയണമേ, വിമുഖത പാപികളാമിവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ, നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ. അൻപുടയോനേ, നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. വീഴ്ചകളോ കുറവുകളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഞാനും അനുതപിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. എന്ത് തെറ്റ് വന്നോട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് അനുതപിക്കുന്നുണ്ടെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കും. അത് രണ്ടാമതായ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പൻറ്റ്, അല്ലെങ്കിൽ അനുതപിക്കുക. ആദ്യം പറഞ്ഞു റിട്ടേൺ ടു ഗോഡ്, രണ്ടാമത് റിപ്പൻറ്റ് അല്ലെങ്കിൽ പശ്ചാത്താപിക്കുക. മൂന്നാമതായി റിലീസ് യുവർ ബേർഡൻ അല്ലെങ്കിൽ എന്താ? നിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുക. യോനാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ കേട്ടതാണ്. യോനാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം. അതെ, കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന്. അതെ, നിനവേ നോമ്പ് നൽകുന്ന മറ്റൊരു സന്ദേശമാണിത്. നാം എന്ന ജീവിത പടകിൽ നിന്ന് ഭാരം കുറയ്ക്കേണ്ടതിന് നമുക്ക് ഭാരമായിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഭാരങ്ങളെ എറിഞ്ഞു കളക. അതെ, നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഇറക്കി വയ്ക്കുക. സങ്കീർത്തനം 55-ാം അധ്യായം 22-ൽ പറയുന്നില്ലേ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അല്ലേ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, അബ്രഹാം 100-ാം വയസ്സിൽ തനിക്ക് കിട്ടിയ മകൻ ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിൽ യാഗം കഴിക്കാൻ പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, എന്നാൽ യാഗം കഴിക്കാനുള്ള ആടെവിടെയെന്ന്. അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗം കഴിക്കാനുള്ള ആടെവിടെ? എവിടെ, എപ്പോൾ, എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യത്തിന്
അബ്രഹാം ഒരു ഉത്തരം നൽകുന്നുണ്ട്. 22-ാം അധ്യായം, ഉൽപ്പത്തി 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ. എന്താ അത്? ദൈവം നോക്കിക്കൊള്ളും. എന്താ? ദൈവം നോക്കിക്കൊള്ളും. എപ്പോൾ, എങ്ങനെ, എവിടെ, എന്തിനെങ്ങ്, അങ്ങനെയുള്ള 100 ചോദ്യങ്ങളുടെ മുന്നിൽ നമ്മൾ പതറുമ്പോൾ അബ്രഹാമിനോട് ഒത്തൊരുമിച്ച് നമുക്ക് പറയാൻ കഴിയണം, എന്ത്? ദൈവം നോക്കിക്കൊള്ളും. അതെ, ദൈവം നോക്കിക്കൊള്ളുന്നു. ഇനി പിന്നെയും ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകളുണ്ട് കേട്ടോ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകളുണ്ട്. അതിൽ പതറിപ്പോകാതെ ചില കഷ്ടതകൾ നമുക്ക് നന്മയ്ക്കായി മാറ്റും. യോനാ പ്രവാചകന് കഷ്ടത കൊടുത്തപ്പോഴല്ലേ ഒരു ജനതയെ മുഴുവനും നയിക്കാൻ യോനായ്ക്ക് ബലം കിട്ടിയത്? ശൗലിന് കഷ്ടത കൊടുത്തപ്പോഴല്ലേ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹായി മാറിയത്? അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകൾ നമുക്കുണ്ട്. സാമുവൽ ബ്രിങ്ക്ലർ എന്ന പ്രശസ്തനായൊരു പ്രഭാഷകനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായൊരു പ്രഭാഷകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഒരു മദ്യപാനി ഒരു വലിയ ഇഷ്ടിക എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു. തൽക്ഷണം തന്നെ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞ് അദ്ദേഹം ഒരു 18 മാസത്തോളം വിശ്രമിക്കേണ്ടതായി വന്നു. അദ്ദേഹത്തിന് പ്രഭാഷണത്തിന് പോകാനോ തൻ്റെ കാര്യങ്ങൾ നടത്താനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ ആ ഒരു കാലയളവിലാണ് ഹെൽത്ത് ടു ഹോൾനെസ് എന്ന പുസ്തകം എഴുതുന്നത്. ആ ഹെൽത്ത് ടു ഹോൾനെസ് എന്ന് പറഞ്ഞ പുസ്തകം വളരെ വിജയിക്കുകയും പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും പല രാജ്യങ്ങളിൽ അത് വിറ്റഴിക്കുകയും ചെയ്യപ്പെടുകയുണ്ടായി. അനേകായിരങ്ങളുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചമാകുവാനും ഇടയായി. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം എനിക്ക് ആ 18 മാസത്തെ കഷ്ടത തന്നതുകൊണ്ടാണ് എനിക്ക് അനേകായിരങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞത്, എനിക്ക് അനേക ഹൃദയങ്ങളെ തൊടാൻ കഴിഞ്ഞത്. അത് ദൈവനിയോഗത്തിനായിട്ടായിരുന്നു. അത് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഫിലിപ്പിയർ 4-ാം അധ്യായം 67-ാം വാക്യം ഇന്നലെ അച്ഛൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഓർച്ചു, ഇത് ശരിയാണ്. എന്താ? ഫിലിപ്പിയർ 4-ാം അധ്യായം 67-ാം വാക്യം. ഫിലിപ്പിയർ 4:67. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഇതിൽ കൂടുതലൊരു വാഗ്ദാനം വേണോ? ഇതിൽ കൂടുതൽ ദൈവം നമുക്കൊരു ബലം തരണോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ എന്താണ്? സകല ബുദ്ധിയും കവിയുന്ന, നമ്മുടെ ബുദ്ധിയല്ല കേട്ടോ, സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ നിലവിൽ ഇന്നെന്തെങ്കിലും കാരണത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് പകൽക്കാലം നിങ്ങളിലുണ്ടാകും. അത് എന്ത് വ്യാകുലതകളായിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, എന്ത് ആശങ്കകളായിക്കോട്ടെ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ ആത്മാവിൽ എന്തുമായിക്കോട്ടെ, എല്ലാത്തിലും കവിയുന്ന ഒരു ദൈവിക സമാധാനം നമുക്ക് ലഭിക്കും. എപ്പോഴാ? പ്രാർത്ഥനയിലും അപേക്ഷയിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. അല്ലെങ്കിലും നമുക്ക് വേണ്ടി ദൈവപുത്രനായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടത, ആ ഭാരം, ആ നിന്ന, ആ അപമാനം അതിൽ കൂടുതലുണ്ടോ? അതിനു മീതെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നിന്നയുടെ മുൾക്കിരീടം അദ്ദേഹത്തിൻ്റെ തലയിൽ ചൂടിയില്ലേ? മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലേ? ശരീരത്തെ അടിച്ച് ഉഴവുചാലാക്കിയില്ലേ? കുന്തം കൊണ്ട് കുത്തി മുറിച്ചില്ലേ? എടുക്കാനാകാത്ത കുരിശ് അദ്ദേഹത്തെ കൊണ്ട് ചുമത്തിയില്ലേ? ഒന്ന് ഓർത്തു നോക്കുക. ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ ഭാരം ഒന്നുമല്ല, നമുക്ക് വേണ്ടിയാണ് ആ ഭാരം ദൈവം സഹിച്ചത്. എന്നിട്ടും പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. പോരെ? അതെ, ഇന്നത്തെ പൽക്കാലം നമ്മുടെ ഭാരം യഹോവെങ്കിൽ വെച്ചോളുക, അവൻ വഹിച്ചോളും. 4-മതായി നിനവേ നോമ്പ് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, റെക്കഗ്നൈസ് ദ ലവ് ആൻഡ് കെയർ ഓഫ് ഗോഡ്. റെക്കഗ്നൈസ് ദ ലവ് ആൻഡ് കെയർ ഓഫ് ഗോഡ്. ദൈവസ്നേഹവും
ദൈവകരുതലും തിരിച്ചറിയുക. ഒരു പോറൽ പോലും ഏൽക്കാതെ യോനാ പ്രവാചകനെ ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവസ്നേഹത്തെ, ആ ദൈവകരുണയെ തിരിച്ചറിയുക. ഇന്ന് സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ മാറുന്ന ഈ കാലയളവിൽ എന്താ, കള്ളസ്നേഹത്തിൻ്റെയും വഞ്ചനയുടെയും ചതിക്കുഴികളിൽ അകപ്പെടുമ്പോൾ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു. പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് നിങ്ങൾ ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകുവിൻ. എവിടെയാ? ദൈവസ്നേഹത്തിലാണ് നമ്മൾ വേരൂന്നുണ്ട്. ദൈവസ്നേഹത്തിലാണ് വേരൂന്നി. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ നമ്മുടെ തലമുറ, ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, യാതൊരു പ്രായവ്യത്യാസം നോക്കാതാണ് സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടിയിരിക്കുന്നു. ബന്ധങ്ങളിൽ മാത്രമല്ല, പണത്തിനോടുള്ള സ്നേഹം, പ്രശസ്തിയോടുള്ള സ്നേഹം, പദവിയോടുള്ള സ്നേഹം, ലോക വ്യാമോഹങ്ങൾ വരഞ്ഞോടുകയാണ്. എന്തിനാ? ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നാം ഒടിഞ്ഞു വീണേക്കാം, വാടിപ്പോയേക്കാം, ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചേക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദേവാലയത്തിലെ നടുവിലുള്ള ദേവദാരു വൃക്ഷം പോലെ ദൈവസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കരുതലിൽ വേരുറപ്പിക്കുകയാണെന്ന് വേണ്ടത്. അവിടെയാണ് നമ്മുടെ വേരുറയ്ക്കേണ്ടത്. ചിലപ്പോൾ ഭാരങ്ങൾ വന്നേക്കാം, ഞാൻ മുമ്പേ പറഞ്ഞ പ്രയാസങ്ങൾ ആഞ്ഞടിച്ചേക്കാം. എങ്കിലും നമുക്ക് സഹിക്കാനാവാത്തത് തരില്ല എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു. വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്, ഒന്ന് നമുക്ക് സഹിക്കാനാവാത്ത തരില്ല എന്ന്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവനും പോകും വഴിയുണ്ടാകും. മനുഷ്യന് നേരിടാൻ നടപ്പാവാത്ത, അല്ലെ മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, അഥവാ പരീക്ഷ നൽകുകയാണെങ്കിലും അത് നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങളോടൊപ്പം സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോകും വഴിയുണ്ടാകും. അതെ, ആരൊക്കെ നമ്മളെ കഷ്ടതയിൽ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മൾ പോകും വഴിയുണ്ടാകും. അതെ, ആ കരുതലും സ്നേഹവും തിരിച്ചറിയുന്ന ദൈവജനം പറയുന്നു, ഞാൻ സിംഹാസനത്തിലിരുന്നാലും കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ കരുതുന്നു. ഞാൻ സിംഹത്തിൻ്റെ കുഴിയിലാണെങ്കിലും ചെങ്കടലിൽ ഫറവോനും സൈന്യവും എന്നെ പിന്തുടരുമ്പോഴും തീച്ചൂളയുടെ ബലം എനിക്കെതിരെ കൂട്ടുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ കരുതുന്നു. പറയാൻ കഴിയില്ലേ? അതെ, റെക്കഗ്നൈസ് ദ ലവ് ആൻഡ് കെയർ ഓഫ് യുവർ ഗോഡ്. ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഞാൻ 4 R പറയുന്നത്. R, ഇംഗ്ലീഷ് ലെറ്റർ R ആണ് പറഞ്ഞത്. ആദ്യത്തെ എന്തായിരുന്നു? നമ്മൾ വെറുതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിറഞ്ഞവരായാണ് പോകേണ്ടത്. ആദ്യം നമ്മൾ എന്താണ് കണ്ടത്? ആദ്യത്തെ R എന്തായിരുന്നു? എന്താ? ദൈവത്തിലെ തിരുവീൻ. എന്താ? റിട്ടേൺ ടു ഗോഡ്, റിട്ടേൺ ടു ഗോഡ്. രണ്ടാമതായി പറഞ്ഞത് റിപ്പൻറ്റ്, അനുതപിക്കുക. മൂന്നാമതായി പറഞ്ഞത് എന്താണ്? റിലീസ് യുവർ ബർഡൻ. നാലാമതായി റെക്കഗ്നൈസ് ദ ലവ് ആൻഡ് കെയർ ഓഫ് യുവർ ഗോഡ്. ഇതാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരുവീൻ. എങ്ങനെയാണ് തിരിയേണ്ടത്? കണ്ണീരോടും ഉപവാസത്തോടും വിലാപത്തോടുമാണ്. ഇന്ന് കണ്ണീരില്ല, അല്ലേ? ഇന്ന് നമുക്ക് കണ്ണീര് ഇല്ല. സിനിമയുടെ മുന്നിലും സീരിയലിൻ്റെ മുന്നിലും കണ്ണീരൊലിക്കുന്നു. പക്ഷേ കണ്ണീരൊലിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, ഒരു മുന്നിലുള്ള ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ സൗഭാഗ്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് പറയാൻ കഴിയും, എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരാണ് ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്ന ദൈവിക സന്തോഷവും സമാധാനമാണ്. എനിക്ക് ഉറച്ച് പറയാൻ കഴിയും, എൻ്റെ അമ്മയുടെ കണ്ണുനീരും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുമാണ് ഞാൻ ഈ അനുഭവിക്കുന്ന ദൈവിക സമാധാനവും ദൈവിക സന്തോഷം. മറ്റു സന്തോഷമല്ല, ദൈവിക സന്തോഷവും അനുഭവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ കഴിയുമോ? എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിന്ന് നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞിന് പറയാൻ കഴിയുമോ? ഇല്ല. പറയാൻ കഴിയുമോ? നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ കുഞ്ഞിന് പറയാൻ കഴിയുമോ? എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്, അല്ലെ എൻ്റെ ഈ സന്തോഷത്തിന്, എൻ്റെ ഈ സമാധാനത്തിന്. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക. അതെ, റിട്ടേൺ ടു ഗോഡ്. ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനമെടുക്കുക. റിട്ടേൺ ടു ഗോഡ്. ഉപവാസത്താലും കണ്ണീരോടും വിലാപത്തോടും കൂടിയാണ് യഹോവയിലേക്ക് തിരിയാനാണ് യഹോവയുടെ അരുളപ്പാട്. രണ്ടാമത് പശ്ചാത്താപിക്കുക. കുമ്പസാരം എന്ന കൂദാശയിലൂടെ തെറ്റിപ്പോയ വഴികളെ ഉപേക്ഷിച്ച് പശ്ചാത്താപിക്കുക. മൂന്നാമതായി നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. അവൻ കൈക്കൊള്ളും. നാലാമതായി എന്താ പറഞ്ഞത്? ദൈവസ്നേഹം. റെക്കഗ്നൈസ് ദ ലവ് ഓഫ് ദ ഗോഡ്. ദൈവസ്നേഹത്തെ തിരിച്ചറിയുക. അതെ, ഇത്രയും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അനുദപിച്ച് ദൈവസ്നേഹവും കരുതലും അനുഭവിക്കാൻ ഈ നോമ്പും പ്രാർത്ഥനയും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാവൽ പിതാവായ മാർ കുര്യാക്കോസ് സഹതയുടെയും മോർ യൂലിത്തി അമ്മയുടെയും പ്രാർത്ഥനകളാൽ നമുക്കെല്ലാ നന്മകളും വരട്ടെ. എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും, ഇങ്ങനൊരു അവസരം തന്ന ട്രസ്റ്റി സെക്രട്ടറിയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. മഹാകാരുണ്യവാനായ കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ഏതാനും സമയം ചിലവഴിക്കുന്നതിനും നിന്നെ ധ്യാനിക്കുന്നതിനും ഞങ്ങൾ ഇടയായതിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട ജീവവചനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവ ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഊടുവടികൾക്ക് പ്രകാശവും ജീവിതത്തിൽ വഴികാട്ടിയുമായി തീരണമേ. അത് നല്ല നിലത്ത് വീണുപോയ വിത്ത് പോലെ സമൃദ്ധിയായി ഫലം പുറപ്പെടുവിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുസന്നിധിയിൽ അനുദപിക്കുവാനും അങ്ങയുടെ സ്നേഹവും കരുതലും തിരിച്ചറിയുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്ന് വേല ചെയ്യുവാൻ അവരെ ഇടയാക്കണമേ. ഈ ഇടവകയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെയും ഓരോ അംഗങ്ങളെയും കാത്തു പരിപാലിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീർ കാണാതെ പോകരുതേ. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ കുറവുകളെ ഓർക്കല്ലേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ അവിടുന്ന് അകറ്റണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളോട് കൂടെ ഉണ്ടാക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. അനാഥരെയും വിധവകളെയും പോറ്റി പുലർത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മലമേൽ ശോഭിക്കുന്ന വിളക്കുകളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരുവാനിടയാകണമേ. മാതാപിതാക്കളുടെ തല താഴ്ത്തപ്പെടുവാനിടയാകരുതേ കർത്താവേ. പിന്നെയോ അവർ അഭിമാനപാത്രങ്ങളായി മാറണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോ നടപ്പിലും പോക്കിലും വരവിലും കൂടെ ഇരുന്നോളണമേ. ഓരോ നിമിഷം കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചോളമേ, വാഴ്ത്തണമേ. അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കണമേ. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സകല പൈശാചിക പ്രവർത്തനങ്ങളെ അവിടുന്ന് മാറ്റണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കാൻ ഇടയാക്കണമേ കർത്താവേ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാനിടയാകല്ലേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തിയും ബലവും അവിടുന്ന് കൊടുക്കണമേ. ആശ്രയിപ്പാൻ ആരുമില്ല പിതാവേ. അങ്ങ് ഓരോ നിമിഷവും വഴി നടത്തോളണമേ കർത്താവേ. ഞങ്ങളുടെ യാചനകളെ അവിടുന്ന് കേട്ടുകൊള്ളണമേ, മനസ്സലിയണമേ. ഇന്ന് ഏത് ആവശ്യപ്രകാരം ഏത് ദുഃഖമാണോ എൻ്റെ ഉള്ളിൽ, എൻ്റെ പ്രയാസത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ കാവൽ പിതാവായ കുര്യാക്കോസ് സഹതയോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ശിശു സഹതായെ അങ്ങ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കത്തില്ല. കുഞ്ഞായ സഹതയാണ്, ഉപേക്ഷിക്കരുതേ പിതാവേ. ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകണമേ. താഴ്മയോട് അപേക്ഷിക്കുന്നു, ദൈവോട് കേൾക്കണമേ. ആമേൻ.
കഴിഞ്ഞ 40 മിനിറ്റ് ദൈവിക സന്നിധിയിലായിരിക്കാൻ തിരുവചനങ്ങളിലെ 4 കാര്യങ്ങൾ നമ്മളെ പ്രബോധിപ്പിച്ച് നമ്മെ ധന്യമാക്കിയ പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദി, സ്നേഹവും ആദരവുകൾ ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു.